നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കഴിഞ്ഞ മാസം അവസാനം പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തെ മുക്കിയത് മേഘവിസ്ഫോടനം തന്നെയെന്ന് സ്ഥിരീകരിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പെരുമഴയിൽ കൊച്ചിയിൽ കനത്ത വെള്ളക്കെട്ടുണ്ടായിരുന്നു. പൊയ്യ പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ മിൽക്ക് ATMന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ മാസം അവസാനം പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തെ മുക്കിയത് മേഘവിസ്ഫോടനം തന്നെയെന്ന് സ്ഥിരീകരിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കളമശ്ശേരിയിലെ മഴ മാപിനിയിൽ അന്ന് 1 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് 100 മില്ലിമീറ്റർ മഴയായിരുന്നു. 28-നായിരുന്നു കൊച്ചി നഗരത്തിൽ ശക്തമായ മഴയും അതിനെ തുടർന്ന് വെള്ളക്കെട്ടും രൂപപ്പെട്ടത്. കൊച്ചിയിൽ ഉണ്ടായത് മേഘവിസ്ഫോടനമാണെന്ന് കുസാറ്റ് ശാസ്ത്രജ്ഞർ അന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എത്തുന്നത്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ മേഘവിസ്ഫോടനമാണിത്. പെരുമഴയിൽ കൊച്ചിയിൽ കനത്ത വെള്ളക്കെട്ടുമുണ്ടായിരുന്നു. കൊച്ചി നഗരസഭാ മേഖലയിലും തൃക്കാക്കര, കളമശ്ശേരി, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികളിൽ ഉള്ളവരെയാണ് ഏറെ ബാധിച്ചത്. എറണാകുളം ബൈപ്പാസിലടക്കം ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയും നഗരത്തോട് ചേർന്ന താഴ്ന്ന മേഖലകളിലെ വീടുകളിലും വെള്ളം കയറുകയും ചെയ്തിരുന്നു. പൊയ്യ പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ മിൽക്ക് ATMന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLAയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും അനുവദിച്ച 2,75,648 രൂപ ഉപയോഗിച്ചാണ് മിൽക്ക് ATM വാങ്ങിയത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷീരസംഘം പ്രസിഡന്റ് PS രാജീവ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ക്ഷീരവികസന വകുപ്പ് ഗുണനിയന്ത്രണ ഓഫീസർ PM രാധിക ശുദ്ധമായ പശുവിൻ പാലിന്റെ ഗുണമേന്മ എന്ന വിഷയത്തിൽ സെമിനാർ നയിച്ചു. ഫാറ്റ് അല്ലാത്ത സോളിഡ്സ്, സിമ്പിൾ SNF, സോളിഡ്സ് നോട്ട് ഫാറ്റ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിവിഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പാലിൻ്റെ കംപ്ലീറ്റ് കോമ്പോസിഷനായി എന്താ 87% വെള്ളവും 13% സോളിഡ്സും അതിൽ തന്നെ സ്പ്ലിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നു ഫാറ്റും SNF. ഫാറ്റും SNF വേരി ചെയ്യും. അതിന് കുറേ കാരണങ്ങളുണ്ട്. അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കേസല്ല. പിന്നെ നമ്മൾ പാക്കറ്റ് പാല് വാങ്ങുന്നവർ ശ്രദ്ധിച്ച് കാണും, കുറേ കളർ പാക്കറ്റൊക്കെ മിൽമയുടെ കണ്ടിട്ടില്ലേ? ഉണ്ടോ? ഏതൊക്കെ കളർ കണ്ടിട്ടുണ്ട്? ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, വൈറ്റ് കളർ കോഡല്ല. ഇതൊക്കെയാണ് കളർ കോഡ്. ഏതാ? യെല്ലോ, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ. ഓക്കെ, നമ്മുടെ ലേസിന്റെ പാക്കറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? യെല്ലോ ഏതാ ഫ്ലേവർ? വാർഡ് മെമ്പർ സുനില അനിൽ, CN സുധാർജനൻ, മാള ക്ഷീരവികസന യൂണിറ്റ് DFI C നിഷ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂപ്പത്തി യൂണിറ്റ് പ്രസിഡന്റ് സബ്കാർ പരമേശ്വരൻ, CG ജയ എന്നിവർ സംസാരിച്ചു. മിൽക്ക് ATMന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 5-ന് VR സുനിൽകുമാർ MLA നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. നേരത്തെ ഇന്ന് 5 ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്ന് 8 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി 10 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. AYF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആല LP സ്കൂളിൽ പഠനോപകരണങ്ങളുടെ വിതരണം നടന്നു. മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് KM അനോക് അധ്യക്ഷത വഹിച്ചു. ഷിഹാബ് കാവുങ്ങൽ, ലോക്കൽ സെക്രട്ടറി സതീഷ്, റിനാഫ് റാഫി, ദിവ്യ അനീഷ്, അൻവർ ഷെരീഫ്, ഷഫീർ മാടവന, അംബരീഷ്, ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. CPM നേതാവും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന VK കുമാരന്റെ 13ാം ചരമവാർഷികം ആചരിച്ചു. എഴുത്തുകാരൻ MJ ശ്രീചിത്രൻ ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്,
കെ എ വിശ്വംഭരൻ, കെ ആർ സീത, മഞ്ജുള അരുണൻ, ഷീന വിശ്വൻ, എ വി സതീഷ്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എൻ അജയകുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കഴിഞ്ഞ മാസം അവസാനം പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തെ മുക്കിയത് മേഘവിസ്ഫോടനം തന്നെയെന്ന് സ്ഥിരീകരിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പെരുമഴയിൽ കൊച്ചിയിൽ കനത്ത വെള്ളക്കെട്ടുണ്ടായിരുന്നു. പൊയ്യ പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ മിൽക്ക് ATMന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.